ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും ഭാരമുള്ള ഒരു സാധനം അത് നിർമ്മിച്ചത് സമാനമായ മറ്റ് നിരവധി റൈഡുകൾ ഉണ്ടാകും. അതിന്റെയും പ്രവർത്തനം ഈ രീതിയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാതെ തന്നെയാണോ? തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പലരും പല ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നിർമ്മാണം കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ല. പലതും ഈ പറഞ്ഞ പോലെ ചെറിയ ബിൽഡിങ്ങും മറ്റൊക്കെ നടത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെ നാട്ടുകാർ പറയുന്നതാണ്. നമുക്ക് എല്ലായിടത്തും പോയി പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം തന്നെ. പക്ഷേ ഈ ഒരു റൈഡ് നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് നമുക്ക് കാണാം അത് എങ്ങനെയാണ് ആ റൈഡ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നുള്ളത്. 2 ആംഗ്ലിയറിൽ മാത്രം ഇത്രയും ഭാരമുള്ള വസ്തു സ്ഥാപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വീഴ്ചയാണ്. അതിൻ്റെ ഈ ദൃശ്യം കാണുന്നുണ്ട് പലയിടത്തും തുരുമ്പെടുത്തിരിക്കുന്നത് ഈ കാണുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് കറങ്ങുന്ന ആ ഭാഗത്ത് തന്നെ പലയിടത്തും തുരുമ്പാണുള്ളത്. അപ്പം ഇത്രയും ആളുകൾ വരുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക്, പ്രത്യേകിച്ച് അവധി ദിവസം കൂടിയായിരുന്നു. ഇത്രയും കാലം സ്കൂൾ പോലും തുറന്നിട്ടില്ല, അവധിക്കാലം വരുന്നു. ആ സമയത്തൊക്കെ നിരവധി കുട്ടികളും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് വന്ന് കളിച്ചുകൊണ്ടിരുന്ന പ്രദേശം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ സനൂപിലേക്ക് വരാം. ഇപ്പോൾ അക്ഷയ കൃഷ്ണാനന്ദ് കൂടി ചേരുന്നുണ്ട്. അക്ഷയ, ഈ റൈഡ് പൊട്ടിവീണുണ്ടായ അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 5 പേരുടെ അവസ്ഥ, ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, 5 പേർക്ക് പരിക്കേറ്റതിൽ അതിൽ 4 പേരെയാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ സ്ത്രീകളും 2 പേർ പുരുഷന്മാരുമാണ്. അത് ഒന്ന് മനോരഥി, മണി, സാം ഡാനിയൽ, റോസ്, ഇങ്ങനെ 4 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലുള്ളത്. ഇതിൽ 2 പേർ, സാം ഡാനിയൽ 14 വയസ്സും റോസ് എന്ന കുട്ടി 16 വയസ്സുമാണ് ഉള്ളത്. ഈ 4 പേരാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ചികിത്സയിലുള്ളത്. ഇവർ നാഗർകോവിൽ സ്വദേശികളാണ്. എന്തായാലും ഇവരുടെ പരിക്കുകൾ കാര്യമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ആ ഒരു റൈഡ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒടിഞ്ഞു വീണപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വീഴ്ചയുടെ ആഘാതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ഒടിവുകൾ, മുറിവുകൾ തുടങ്ങിയിട്ടുള്ള പരിക്കുകളാണ് ഉള്ളത്. ആർക്കും തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഒന്നും തന്നെ നിലവിൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികൃതരുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. എന്തായാലും അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഒരാളെ കൂടി, അതായത് 5 പേരിൽ പരിക്കേറ്റ 5 പേരിൽ മറ്റൊരാളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ 4 പേർ, അതായത് മനോരഥി, മണി, സാം ഡാനിയൽ, റോസ്, ഈ 4 പേരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ദിവ്യ, ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിലുള്ളത്. 5 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അക്ഷയ കൃഷ്ണാനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.